പുന്നേക്കാട് ഓപ്പൺ എയർ മിനി സ്റ്റേഡിയം നാടിന് സമർപ്പിച്ചു. ആന്റണി ജോൺ എം.എൽ.എ. ഉദ്ഘാടനം നിർവഹിച്ചു. കീരമ്പാറ പഞ്ചായത്തിലെ 2ാം വാർഡിൽ നിർമ്മാണം പൂർത്തീകരിച്ച ഓപ്പൺ എയർ മിനി സ്റ്റേഡിയം നാടിന് സമർപ്പിച്ചു. സ്റ്റേഡിയത്തിന്റെ ഉദ്ഘാടനം ആന്റണി ജോൺ എം.എൽ.എ. നിർവഹിച്ചു. ഇവിടെ ഇങ്ങനെ ഒരു പ്രദേശം, ഇവിടെ വളരെ ചെരുവായി കിടന്ന ഒരു പ്രദേശം, ആ പ്രദേശം എങ്ങനെ മനോഹരമായി, ഇവിടെ ഞാൻ സൂചിപ്പിച്ചു 200ഓളം വീടുകൾ ഉള്ള ഒരു മേഖല എന്നുള്ള നിലയിൽ ഇതുപോലുള്ള ഒരു ചെറിയ ഗ്രൗണ്ട് അല്ലെങ്കിൽ ഒരു ഓപ്പൺ ഓഡിറ്റോറിയം ഒക്കെ നിർമ്മിക്കാൻ നമുക്ക് സ്ഥലം കണ്ടെത്തുക എന്നുള്ളത് അത്ര എളുപ്പമല്ല. അപ്പോൾ ഇതിന് പുറത്ത് എവിടെയെങ്കിലുമോ ഇത് നിർമ്മിച്ചത് കൊണ്ട് അത് ഇവിടുത്തെ നാട്ടുകാർക്ക് പ്രയോജനപ്പെടുകയുമില്ല. അപ്പോൾ അങ്ങനെ ഒരു പ്രതിസന്ധി നിന്ന ഘട്ടത്തിലാണ് പ്രിയപ്പെട്ട ജില്ലാ പഞ്ചായത്ത് അംഗം ഇവിടെ അതിനാവശ്യമായ ഫണ്ട് അനുവദിക്കാമെന്ന് തീരുമാനിക്കുകയും അതിൻ്റെ തുടർച്ചയിലാണ് ഇവിടെ ഇതിൻ്റെ ഓരോ ഘട്ടത്തിലും ഞാൻ പ്രത്യേകം ഇപ്പോൾ സൂചിപ്പിക്കുകയാണ്, വലിയ പ്രതിസന്ധി ഉണ്ടായിട്ടുണ്ട്. ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ വിവിധ ഘട്ടങ്ങളിൽ അത് സാധാരണ നിലയിലുള്ള പ്രതിസന്ധി ഉണ്ടായിട്ടുണ്ട്. ചില മേഖലയിൽ നിന്നൊക്കെ ബോധപൂർവം പ്രതിസന്ധികൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ പ്രതിസന്ധികളൊക്കെ അതിജീവിച്ചുകൊണ്ടാണ് ഇന്ന് നാം കാണുന്ന നിലയിൽ വളരെ മനോഹരമായി ഇവിടെ ഇതിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുള്ളത്. കീരമ്പാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗോപി MP അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് അംഗം റഷീദ സലീം സ്വാഗതം ആശംസിച്ചു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ KK ദാനി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ലിസി ജോസഫ്, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബീന റോജോ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സിനി ബിജു, വിദ്യാഭ്യാസകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മഞ്ജു സാബു, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ബേസിൽ ബേബി, മാമച്ചൻ ജോസഫ്, ഷാൻഡി ജോസ്, VC ചാക്കോ, ആശാമോൾ ജയപ്രകാശ്, ലിസി ജോസ്, VK വർഗീസ്, അൽഫോൺസ സാജു എന്നിവർ സംബന്ധിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജിജോ ആന്റണി നന്ദി രേഖപ്പെടുത്തി. ചടങ്ങിനോടനുബന്ധിച്ച് കുട്ടികളുടെ ഫാഷൻ ഷോ, കുടുംബശ്രീ അംഗങ്ങളുടെ കലാപരിപാടികൾ, കലാസന്ധ്യ എന്നിവയും അരങ്ങേറി. ജില്ലാ പഞ്ചായത്ത് മെമ്പർ റഷീദ സലീം അനുവദിച്ച 14 ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ടാണ് സ്റ്റേഡിയത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത്. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.